സ്വർണ്ണക്കള്ളക്കേസിൽ കൃത്യമായ ഒരു അന്വേഷണം ആരംഭിക്കുവാൻ പോലും കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലാണെന്ന സർക്കാരെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണത്തിനായി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. കുറ്റപത്രം സമർപ്പിക്കുവാൻ കോടതി കൃത്യമായ സമയപരിധി നിശ്ചയിക്കാത്ത സാഹചര്യത്തിൽ അന്വേഷണം നീണ്ടുപോയാൽ പ്രതികൾ രക്ഷപ്പെടുവാൻ സാധ്യത കൂടുതലാണെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. ഹൈക്കോടതി ചുമതലപ്പെടുത്തിയ സാഹചര്യത്തിൽ അവരാണെങ്കിൽ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കുന്നതുമില്ല, സർക്കാരിനൊന്നും ചെയ്യാനും കഴിയുന്നില്ല. ഇപ്പം കഴിഞ്ഞ ഇലക്ഷൻ കാലത്തൊക്കെ കുറേ വൈറലായതാണ് സ്വർണം കെട്ടവൻ ആരപ്പാന്നല്ല. പക്ഷെ ആ കേസ് തെളിയിക്കണമെങ്കിൽ ഒന്നുകിൽ SIT ചാർജ് ഷീറ്റ് കൊടുക്കണം, അത് കൊടുക്കുന്നില്ല. കോടതി ഇത്ര ദിവസത്തിനകം ചാർജ് ഷീറ്റ് തരാൻ ആവശ്യപ്പെടുകയെങ്കിലും ചെയ്യണം, അതും ചെയ്യാത്തൊരു സാഹചര്യത്തിൽ ഇനി ചാർജ് ഷീറ്റ് കൊടുത്ത് മറ്റൊരു അന്വേഷണത്തിലേക്ക് പോകുമ്പോഴേക്കും പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം സ്വർണം കക്കാൻ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർക്ക് തെളിവ് മായ്ക്കാനും വിദഗ്ധന്മാരായിരിക്കും. അങ്ങനെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പരാമർശം ഇന്നലെ നടത്തിയത്. അപ്പോൾ അക്കാര്യത്തിൽ കോടതിയുടെ ഒരു മാത്രമല്ല, ഇപ്പോൾ ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വത്തിലെ നിയമന കാര്യങ്ങൾക്കൊക്കെ സർക്കാരിനും ഒരു ഫ്രീഡം ഉണ്ടാവേണ്ടതാണ്. കോടതിക്ക് ആ സർക്കാർ നടപടിയിൽ തെറ്റുകളുണ്ടെങ്കിൽ കോടതിക്ക് തീർച്ചയായിട്ടും ഇടപെടാം. അപ്പം അങ്ങനെ സർക്കാരിൻ്റെ പല കേസിലും കോടതിയുടെ വിധി അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വന്നിട്ടുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് അനുകൂല വിധിയും വന്നിട്ടുണ്ട് കോടതിയുടെ ഭാഗത്ത്. പക്ഷേ ദേവസ്വത്തിൻ്റെ കാര്യത്തിൽ ദേവസ്വം കമ്മീഷണറെ നിയമിക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇതുവരെയായിട്ടൊരു എന്താ പറയേണ്ടത്, അവിടെയും ഇപ്പോഴത്തെ ഒരു സ്ഥിതി, ഇപ്പോൾ കൊച്ചി ദേവസ്വം കമ്മീഷണർ ഗവൺമെൻറ് നിയമിക്കാം, മലബാർ ദേവസ്വം കമ്മീഷണറായിട്ട് സർക്കാർ നിയമിക്കാം. തിരുവിതാംകൂറിനെ വരുമ്പോൾ ഒരു പട്ടിക തയ്യാറാക്കി കോടതിക്ക് കൊടുക്കണം, കോടതിയാണ് തീരുമാനമെടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ന്യൂനതകളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അതല്ലാതെ കോടതിയോടുള്ള ധിക്കാരമോ ബഹുമാനക്കുറവോ അല്ല. ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിന് കുറച്ച് ഫ്രീഡം വേണമെന്നാണ് ഗവൺമെൻറ് അഭിപ്രായം. അങ്ങനെ ഫ്രീഡം ഗവൺമെൻറ് എടുക്കുമ്പോൾ അതിൽ തെറ്റുകളുണ്ടെങ്കിൽ കോടതിക്ക് ഇടപെടാൻ തിരുത്താം.